ഹിന്ദ്, വന്ദേ മാതരം. രാഹുൽ ഗാന്ധിയുടെ വ്യാജ ചിത്രവുമായി കങ്കണ പ്രതീക്ഷയിൽ നിന്ന് നേരെ വിപരീതമായി പ്രതികരിച്ച് സോഷ്യൽ മീഡിയയിലെ ഇടത് വലത് മധ്യപക്ഷങ്ങളിലുള്ള എല്ലാവരും. സംഭവം എങ്ങനെയാണ്? രാഹുൽ ഗാന്ധിയെ കളിയാക്കാനായി, അധിക്ഷേപിക്കാനായും അപഹസിക്കാനായും ഒരു മോർഫ്ഡ് ചിത്രമാണ് കങ്കണ ഷെയർ ചെയ്തിരിക്കുന്നത്. ഒരു MP ആയ വ്യക്തി ഒരു മോർഫ്ഡ് ചിത്രം അല്ലെങ്കിൽ വ്യാജമായി നിർമ്മിച്ചെടുത്ത ഒരു ചിത്രം ഷെയർ ചെയ്യാമോ? അതൊരു ഒഫൻസ് അല്ലേ, അല്ലെങ്കിൽ അത് തെറ്റല്ലേ തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചേക്കാം. പക്ഷേ എന്താ പറയുന്നത്, വിധിയുടെ നന്മ എന്നതുപോലെ കങ്കണയുടെ ചിത്രം വളരെ ഹിറ്റാകുകയും അത് രാഹുൽ ഗാന്ധിയെ വളരെ പോസിറ്റീവായി കാണിക്കുന്ന ചിത്രമായി മാറുകയും ചെയ്യുകയുണ്ടായി. കങ്കണ റണാവത്തിനോട് ഒരു തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്ന ഹാൻഡിലുകൾ പോലും നിങ്ങൾ രാഹുൽ ഗാന്ധിയെ യഥാർത്ഥത്തിൽ ആക്രമിക്കുകയാണോ, പ്രൊമോട്ട് ചെയ്യുകയാണോ തുടങ്ങിയ ചോദ്യങ്ങളും ഉണ്ടായി. രാഹുൽ ഗാന്ധിയുടെ ഫാൻസ് ആയ ഒരുപാട് ആൾക്കാർക്കും കങ്കണയുടെ ഈ ചിത്രം ഇഷ്ടപ്പെട്ടു. സംഭവം ഇങ്ങനെയാണ്, രാഹുൽ ഗാന്ധിയെ കളിയാക്കാനും അധിക്ഷേപിക്കാനുമായി കങ്കണ ഈ ചിത്രം ഷെയർ ചെയ്തു. ഈ ചിത്രം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി മുസ്ലിം സമൂഹത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടോപ്പി അല്ലെങ്കിൽ തൊപ്പി തലയിൽ വെക്കുന്നു. ഹിന്ദു സമൂഹത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു തിലകം കുറി ഇടുന്നു. അതോടൊപ്പം ക്രിസ്ത്യാനികളെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു കുരിശിടുന്നു. ഇതാണ് ആ ചിത്രം. രാഹുൽ ഗാന്ധിയുടെ ഈ ചിത്രം വളരെ രസകരമായിട്ടുണ്ട്. മോർഫ് ചെയ്ത് ആരും ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ ആദ്യം എനിക്ക് തോന്നിയത് നമ്മുടെ യേശുദാസ്, മഹാനായ ഗാനഗന്ധർവൻ യേശുദാസ് പാടിയ ഒരു പാട്ടാണ്. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവം. മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും മനോഹരമായ പാട്ടുകളിൽ ഒന്നാണ്. ഞാൻ സ്ഥിരം കേൾക്കാറുള്ള, എനിക്ക് വളരെ ദൈവീകതയും മതസൗഹാർദ്ദവും ബഹുസ്വരതയും ഒക്കെ തോന്നുന്ന പാട്ടുകളിൽ ഒന്നാണ്. എല്ലാ വിശ്വാസങ്ങളും മഹത്തരമാണ്. ആ വിശ്വാസങ്ങൾക്കിടയിൽ സൗഹാർദ്ദവും സാഹോദര്യവും ഉണ്ടാകും. അതിൽ ഒരു വരി കൂടിയുണ്ട്, ഗീതയും ബൈബിളും വിശുദ്ധ ഖുറാനും ഭാരത ഹൃദയമല്ലോ. അതായത് നമ്മുടെ ഹൃദയത്തിന്റെ, ഇന്ത്യയുടെ ഹൃദയത്തിന്റെ ഭാഗമാണ് വ്യത്യസ്ത മതങ്ങൾ. നമ്മളെല്ലാവരും നൂറ്റാണ്ടുകളും ആയിരക്കണക്കിന് വർഷങ്ങളുമായി ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. അതിന്റെ നല്ലൊരു റെപ്രസെന്റേഷനായി രാഹുൽ ഗാന്ധി മാറി എന്നുള്ളതാണ്. ഇപ്പോ ശ്രീ നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്ന JDUവിന്റെ നിതീഷ് കുമാർ, അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ഒരു സ്പീച്ച് ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, കഭി ടോപ്പി പെഹന്ന പെടുത്താ ഹെ, കഭി തിലക് പെഹന്ന പെടുത്താ ഹെ. ചിലപ്പോൾ നമ്മൾ തൊപ്പി ധരിക്കും, ചിലപ്പോൾ നമ്മൾ തിലകം ധരിക്കും. ഇതെല്ലാം ഇന്ത്യയുടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ ഭാഗമാണെന്നാണ്. അപ്പോൾ കങ്കണ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്ക് തൊപ്പിയും കുറിയും കുരിശും കൊടുത്തതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ ആ ബഹുസ്വരതയുടെ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ മതസൗഹാർദ്ദം ബഹുസ്വരത റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ള ആശയം കുറെ കൂടെ ഊട്ടി ഉറപ്പിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ബഹുസ്വരതയാണ് ഇന്ത്യയുടെ ആത്മാവ്. ഈ പ്ലൂറലിസം അല്ലെങ്കിൽ ഈ ബഹുസ്വരത, മതേതരത്വം നിങ്ങൾ പലരും പറയും. പക്ഷെ ഞാൻ മതേതരത്വമെന്നോ അല്ലെങ്കിൽ ദേശീയത എന്ന ഈ രണ്ട് വാക്കുകൾ ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ്. മതേതരത്വത്തിന് പകരം ഞാൻ സ്ഥിരം മതസൗഹാർദ്ദമെന്നും ദേശീയതയ്ക്ക് പകരം രാജ്യസ്നേഹം ഒന്നും യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്. അതായത് സെക്കുലറിസം അല്ല പ്ലൂറലിസം, നാഷണലിസം അല്ല പാട്രിയോട്ടിസം, ഇത് യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ആ ബഹുസ്വരതയുടെ ചിഹ്നവും ചിത്രവുമായി മാറുന്നത് വളരെ കൗതുകത്തോടു കൂടി കങ്കണ എന്ന് പറയുന്ന വ്യക്തിയുടെ, അല്ലെങ്കിൽ തീവ്ര വലുത് നിൽക്കുന്ന, മോദിജി സോഫ്റ്റ് ആണെന്ന് പറയുന്ന, അതായത് മോദിക്ക് പഴയ വിശ്വരൂപം ഇല്ല എന്ന് പറയുന്ന തീവ്ര വലുത് നിൽക്കുന്ന കങ്കണയിൽ നിന്ന് വരുമ്പോൾ അത് കൗതുകമായി തോന്നുന്നു. അതൊരു സിഗ്നലോ ആയിട്ട് നമുക്ക് എടുക്കാം. അതായത് ഇന്ത്യയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലെ കൂടുതൽ രണ്ട് വിഭാഗങ്ങൾ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും, ഒരുമിച്ചാണ് വലിയൊരു ശതമാനം നേരിട്ടത്, അല്ലെങ്കിൽ നമ്മുടെ വിദേശികളെയും മറ്റും നേരിട്ടത്. അതായത് ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ രണ്ട് കിങ്ഡംസ് ആണുള്ളത്. ഒന്ന് ചെങ്കിസ് ഖാന്റെ കിങ്ഡമാണ്. ചെങ്കിസ് ഖാന്റെ പടയോട്ടത്തിൽ ചെങ്കിസ് ഖാൻ ബാഗ്ദാദ് തകർത്തു, യൂറോപ്പ് വരെ പോയി, അങ്ങനെ വലിയൊരു ലാൻഡ് മാസ് ചെങ്കിസ് ഖാൻ കീഴടക്കി. അതിനേക്കാൾ വലുതും അതിനേക്കാൾ ബൃഹത്തുമായ ലോകത്തിലെ ഏറ്റവും വലിയ കിങ്ഡം ബ്രിട്ടീഷ് സാമ്രാജ്യമാണ്. ഈ ബ്രിട്ടീഷ് സാമ്രാജ്യം, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ നമ്മുടെ ഹിന്ദു സന്യാസിമാരും മുസ്ലിം ഫക്കീർമാരും ഒരുമിച്ച് ചേർന്നാണ് ആദ്യം വെല്ലുവിളിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ ആനന്ദമഠിന്റെ കോണ്ടെക്സ്റ്റ് ഒക്കെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വന്ദേമാതരത്തിന്റെ കോണ്ടെക്സ്റ്റ് ഒക്കെ ഈ സന്യാസി റെബല്യൻ അല്ലെങ്കിൽ സന്യാസി ഫക്കീർ റെബല്യനാണ്. അപ്പൊ എന്ന് നമുക്ക് ആ യോജിപ്പാണ്. നമുക്ക് ജയ് ഹിന്ദ് തരുന്നത് ആബിദ് ഹസൻ സഫ്രാനി എന്നൊരു വ്യക്തിയാണ്. ഇദ്ദേഹം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ അടുത്ത സുഹൃത്തും ആത്മമിത്രവും ലഫ്റ്റനന്റും ഒക്കെയാണ്. അതായത് ആബിദ് ഹസൻ ഒരു മുസ്ലിമാണ്. ആബിദ് ഹസൻ ഒരിക്കൽ അവരുടെ INA, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ക്യാമ്പിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഹിന്ദുക്കൾ വളരെ പക്വതയോടുകൂടി തങ്ങളുടെ നിലപാട് വിട്ട് മുസ്ലിം സമൂഹത്തിന് അനുകൂലമായി, അതായത് അവർ ആ കാര്യത്തിൽ അവരുടെ നിലപാട് ജയിക്കട്ടെ എന്ന വളരെ നല്ല സമീപനം എടുത്തു. ഇത് കണ്ട് ഇൻസ്പയർഡ് ആയ ആബിദ് ഹസൻ തന്റെ പേരിന്റെ കൂടെ സാഫ്രൻ എന്നുദ്ദേശിച്ചാണ് ആബിദ് ഹസൻ സഫ്രാനി തരുന്നത്. ആബിദ് ഹസനാണ് നമുക്ക് ജയ് ഹിന്ദ് തരുന്നത്, അല്ലെങ്കിൽ ഭാരത് മാതാ കി ജയ് തരുന്നത് നമ്മുടെ അസീമുള്ള ഖാനാണ്. മാതൃേ വദൻ ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ മാതൃേ വദൻ ഭാരത് തുടങ്ങിയ പ്രയോഗങ്ങൾ. അപ്പൊ നമ്മുടെ എല്ലാ സമുദായങ്ങളും, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, ജൈൻ, ബുദ്ധ, പാഴ്സി, ഇനി വിശ്വാസികളല്ലാത്തവർ, നെഹ്റുജിയൊക്കെ വിശ്വാസികളായിരുന്നില്ല, അടക്കം ഒരുപാട് പേർ കോൺട്രിബ്യൂട്ട് ചെയ്താണ് നമ്മുടെ രാജ്യം ഉണ്ടാകുന്നത്. നമ്മുടെ രാജ്യത്തിൽ എല്ലാവരുടെയും ആത്മാവിന്റെയും രക്തത്തിന്റെയും പങ്കുണ്ട് നമ്മൾ ആലങ്കാരികമായി പറയാറ്.
അപ്പൊ അതിന്റെ ബഹുസ്വരത, ഒരുമ, ഐക്യം ഊട്ടിയുറപ്പിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇത് ആധുനിക ഇന്ത്യ മാത്രമല്ല. ഞാനൊക്കെ വിശ്വസിക്കുന്ന ശബരിമല അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ തന്റെ മുസ്ലിം സുഹൃത്തായ വാവരെ കണ്ടിട്ട് വരണമെന്നാണ് അയ്യപ്പൻ പറയുന്നത്. അയ്യപ്പന്റെ മുസ്ലിം സുഹൃത്തായ വാവരും ക്രിസ്ത്യൻ സുഹൃത്തായ വെളുത്തയും പ്രാർത്ഥിച്ചിട്ടാണ് കോടിക്കണക്കിന് അയ്യപ്പന്മാർ ശബരിമലയിൽ പോകുന്നത്. അതായത് ഒരു മതവും തന്റെ മതത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇല്ലാതാക്കണമെന്ന് പറയില്ല. വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ഉറപ്പിച്ചു നിൽക്കുന്നതിനോടൊപ്പം ബഹുസ്വരതയും വേണമെന്നുള്ളതാ. അങ്ങനെയാണ് നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ ഈ വാവരുസ്വാമിക്ക് അയ്യപ്പന്റെ അമ്പലത്തിലൊരു നടയുണ്ട്, എരുമേലിയിൽ. അവിടെ മുസ്ലിം സമൂഹത്തിൽ അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസികൾക്ക് വിഗ്രഹാരാധന ഷിർക്കാണെന്നോ അല്ലെങ്കിൽ വിഗ്രഹാരാധന ഹലാലല്ല എന്നുള്ളത് കൊണ്ട് ഹിന്ദു ക്ഷേത്രമായ അയ്യപ്പ ക്ഷേത്രത്തിൽ വാവർക്ക് നട മാത്രമാണ് വെച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ മഹത്വം അതാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഗംഭീരത അതാണ്. അതായത് വാവരെ എങ്ങനെ ആദരിക്കണമെന്ന് വാവർ ആഗ്രഹിക്കുന്നുവോ, വാവരുടെ വിശ്വാസം നിഷ്കർഷിക്കുന്നുവോ ആ രീതിയിൽ ഞങ്ങൾ നിങ്ങളെ ആദരിക്കും എന്ന് പറഞ്ഞ പൂർവ്വപിതാക്കന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ആ ബഹുസ്വരതയും മതസൗഹാർദ്ദവും സംരക്ഷിക്കട്ടെ. ആ ബഹുസ്വരതയുടെ മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു ചിഹ്നമായി ശ്രീ രാഹുൽ ഗാന്ധിയെ ഉയർത്തിക്കാട്ടിയത് വളരെ കൗതുകകരമായി തോന്നി. അപ്പോ കങ്കന അറിയാതെയാണെങ്കിലും രാഹുൽ ഗാന്ധിക്ക് ഇത്ര മനോഹരമായ ഒരു ചിത്രം ചാർത്തി കൊടുത്തതിന് കങ്കനയ്ക്ക് അഭിനന്ദനങ്ങൾ. കങ്കനയുടെ മനസ്സിലെയും വിഷം അല്ലെങ്കിൽ ഈ ദേഷ്യം, എല്ലാവരോടും ഇറിറ്റേഷനാണ് കങ്കന റണൌത്തിന്. അപ്പം ആ ഇറിറ്റേഷൻ മാറട്ടെ, കങ്കനയും പോസിറ്റീവായി വരട്ടെ. മികച്ച കലാകാരിയാണ്, വലിയ അഭിനേത്രിയാണ്. ഒരുപാട് തവണ ഉർവശി പട്ടം കിട്ടിയ, ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തവണ ഉർവശി പട്ടം, മികച്ച അഭിനേത്രി പട്ടം കിട്ടിയ വ്യക്തിയാണ്. കങ്കനയും നന്നാകട്ടെ, രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും നന്നാകട്ടെ, ഇന്ത്യ നന്നാകട്ടെ, നമ്മുടെ ഇടയിൽ ബഹുസ്വരത ഉണ്ടാകട്ടെ. ജയ് ഹിന്ദ്, വന്ദേ മാതരം, ഭാരത് മാതാ.